ഇക്കുറിയും കേരളത്തിൽ ഇടതുമുന്നണി അധികാരത്തിൽ വരണമെന്ന് അദ്വൈത വിദ്യാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി. ബി.ജെ.പി. ഭാവിയിൽ കേരളം ഭരിക്കണമെങ്കിൽ അടുത്ത തവണയും ഇടതുമുന്നണി തന്നെ അധികാരത്തിൽ വരണമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. പ്രക്ഷോഭങ്ങളാണ് സി.പി.എമ്മിന്റെ കരുത്ത്. തുടർച്ചയായ ഭരണം കരുത്തു ചോർത്തും. തുടർഭരണത്തിലൂടെ സി.പി.എമ്മും പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസും ദുർബലമാവുമ്പോൾ ബി.ജെ.പി. അധികാരത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടുതന്നെ മൂന്നാം വട്ടവും ഇടതു സർക്കാർ അധികാരത്തിൽ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കോൺഗ്രസിന്റെ കരുത്ത് അധികാരമാണ്. ഒരു വട്ടം കൂടി പ്രതിപക്ഷത്തിരുന്നാൽ കോൺഗ്രസ് ദുർബലമായിപ്പോകും. കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് ലീഗിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും നിർദ്ദേശപ്രകാരമാണ്. ഇസ്ലാമിക രാഷ്ട്രത്തിനായി നിലകൊള്ളുന്ന ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടുന്ന സർക്കാർ ഉണ്ടാവരുത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. നിലവിലെ സാഹചര്യത്തിൽ ബി.ജെ.പിക്ക് സർക്കാർ രൂപീകരിക്കാനാവില്ല. ഈ സാഹചര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്നതാണ് അഭികാമ്യം. തന്റെ ആഗ്രഹവും ഇതുതന്നെ. രാഷ്ട്രീയ ഭേദമന്യേ മുസ്ലിം വിഭാഗത്തിലുള്ളവർ ഒറ്റക്കെട്ടായി നിന്നു. മുസ്ലിം പണ്ഡിതർ ഏകീകരണത്തിനുള്ള ആഹ്വാനം നടത്തി. ക്രൈസ്തവ പുരോഹിതർ സ്ഥാനാർത്ഥികളുടെ പേരെടുത്ത് ആർക്ക് വോട്ടു ചെയ്യണമെന്ന് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം നടന്നുവെന്നും സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു.